Hi guys, I am Dr.Alfathimajaleel. Today I am discussing about how to prevent teeth caries. പല്ലിലെ കേടുകൾ എങ്ങനെ ഒഴിവാക്കാം, അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിൽ പലർക്കും പല്ലിന് കേട് വന്നിട്ടുള്ളവരാകാം. പക്ഷേ നമ്മൾ ഡെയിലി 2 times ബ്രഷ് ചെയ്യുന്നവരാവും, ഭക്ഷണത്തിന് ശേഷം വായ നന്നായി കഴുകുന്നവരാവും, ഗുഡ് ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാവും. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ വായിൽ കേട് വരുന്നു, അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേട് വരുന്നതെന്നും അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മുടെ വായിൽ 700-ൽ പരം ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണം നമുക്ക് ദോഷമായിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടുള്ള 2 എണ്ണമാണ് സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസും ലാക്ടോബാസിലസ് അസിഡോഫിലസും. ഇവയാണ് നമ്മുടെ പല്ലിൽ കേടുകൾ ഉണ്ടാക്കുന്നത്. പല്ലിൽ പ്രധാനമായും കേടുണ്ടാകുന്നത് അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ വഴിയാണ്. ഈ അഴുക്കുകളിൽ പല്ലിൽ കേടുണ്ടാക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഈ ബാക്ടീരിയാസ് പലതരത്തിലുള്ള ആസിഡുകൾ പുറപ്പെടുവിക്കുന്നു. ഈ ആസിഡുകൾ പല്ലിൻ്റെ ഇനാമലിനെയും പിന്നീട് ഡെൻറ്റിനെയും പൾപ്പിനെയും നശിപ്പിക്കുന്നു. ഇങ്ങനെയാണ് പല്ലുകളിൽ കേടുവരുന്നത്. മറ്റൊരു കാരണം ഭക്ഷണ രീതിയാണ്. ഷുഗർ കണ്ടൻറ്റ് കൂടിയ ഫുഡ് കഴിക്കുക, പിന്നെ പ്രോട്ടീൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറയുക, ഭക്ഷണത്തിനിടയിലും ഒത്തിരി മധുരമുള്ള ഫുഡ് കഴിക്കുന്നവരിലും കൂടുതലായി പല്ലിൽ കേട് കണ്ടുവരുന്നു. മറ്റൊരു കാരണം പല്ലിൻ്റെ ഘടനയാണ്. പല്ലിൽ പലതരത്തിലുള്ള പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് ഉണ്ട്. ഈ പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കാരണം പല്ലിൽ കേട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭക്ഷണം കഴിച്ച ശേഷം നന്നായി വായ വൃത്തിയാക്കിയില്ലെങ്കിൽ ഭക്ഷണ അവശിഷ്ടങ്ങളെല്ലാം പല്ലിനിടയിൽ കുടുങ്ങിക്കിടക്കുകയും അതിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി കേടുണ്ടാവുകയും ചെയ്യുന്നു. വായിലെ ഉമിനീരിൻ്റെ അളവ് കുറയുന്നവരിൽ പല്ലിലെ കേടുണ്ടാവാൻ കാരണമാകുന്നു. ഉമിനീരിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. സാധാരണയായി വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവ് കാണുന്നത് ഉമിനീര് പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥിക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കോ, ഡയബറ്റിക് ഉള്ളവർക്കോ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കോ വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവായിരിക്കും. ഇങ്ങനെയുള്ളവരിലും പല്ലിൽ കേട് കണ്ടുവരുന്നു. അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാരണമാണ് നമ്മുടെ കുടിവെള്ളത്തിലെ ഫ്ലൂറൈഡിൻ്റെ അളവ്. ഫ്ലൂറൈഡിൻ്റെ അളവ് കുറയുന്നത് പല്ലിൽ കേട് വരാൻ ഒരു കാരണമാകുന്നു. കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടിയാലും പല്ലിന് പ്രശ്നമാണ്. ഫ്ലൂറൈഡിൻ്റെ അളവ് കുടിവെള്ളത്തിൽ കൂടിക്കഴിഞ്ഞാൽ പല്ലിന് ഡിസ്കളറേഷൻ ഉണ്ടാകാൻ ഒരു കാരണമാകും. പല്ലിൽ കേട് വരുന്നത് എങ്ങനെ തടയാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ്, ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. സെക്കൻഡ് തിങ്, രാവിലെയും രാത്രിയും നിങ്ങൾ ബ്രഷ് ചെയ്യുക. പിന്നെ ടൺ ക്ലീനർ യൂസ് ചെയ്യുക. പിന്നെ ഇൻ്റർഡെൻ്റൽ എയ്ഡ്സ് ആയ ഡെൻ്റൽ ഫ്ലോസ്, ഇൻ്റർഡെൻ്റൽ ബ്രഷസ്, പിന്നെ ടൂത്ത് പിക്ക് എന്നിവ യൂസ് ചെയ്യുക. കാരണം ഭക്ഷണ പദാർത്ഥങ്ങൾ വായിൽ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ നന്നായി വൃത്തിയാക്കുക. ഭക്ഷണ വസ്തുക്കൾ നിങ്ങളുടെ വായിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റം ചെയ്യുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. ഷുഗർ അടങ്ങിയ ഫുഡ് നമ്മൾ ഒഴിവാക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. പാല്, മുട്ട ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വായിൽ ഉമിനീരിൻ്റെ അളവ് കുറവുള്ളവർക്ക് പലതരത്തിലുള്ള സലൈവറി സ്റ്റിമുലൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാം. ചെറുതായി കേട് വരുമ്പോൾ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പല്ലിൻ്റെ പുറം ഭാഗത്ത് മാത്രമാണ് കേടെങ്കിൽ അത് നമുക്ക് റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇനാമലും ഡെൻറ്റിനും മാത്രം അഫക്റ്റഡ് ആണെങ്കിൽ നമുക്ക് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കാം. പക്ഷേ ആ കേട് പൾപ്പിലെത്തിക്കഴിഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോയിൽ പല്ലിൽ കേട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും അതെങ്ങനെ തടയാമെന്നുമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഐ എം Dr. Alfathimajaleel. Bye guys.